ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗൈസ്. മിനീസ് ലിറ്റിൽ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ നിൽക്കുന്നത് സെൻട്രൽ പാർക്കിലാണ് കേട്ടോ. ന്യൂയോർക്കിലെ ഒരു ഫേമസ് പാർക്കാണ് സെൻട്രൽ പാർക്ക്. ഇവിടെ നല്ല ഭംഗിയാണ് കേട്ടോ. ഏക്കേഴ്സ് ഓഫ് ഏക്കേഴ്സിൽ കിടക്കുന്ന ഒരു എവിടെ പോയി എന്താ പറഞ്ഞില്ലേ നല്ലൊരു പാർക്കാണ്. വിൻ്ററിൽ കാണാൻ നല്ല ഭംഗിയാണ്. എല്ലാ മരങ്ങളും അതിൻ്റെ ഇലകളെല്ലാം പഴുത്ത് താഴെ വീണ് ഇനി കുറച്ചുകൂടെ ഇലയുണ്ട്. അതിപ്പം ഈ ഇലകൾ മുഴുവനും പോയിട്ട് ലാസ്റ്റ് സ്റ്റമ്പ് മാത്രമായിട്ട് വരും. അപ്പോൾ ഇത് ഇവിടെ ആണെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ബിൽഡിംഗ് ഉണ്ടോ, ഈ ബിൽഡിങ്ങിലൊക്കെ താമസിക്കുന്നവർ ഇവിടുത്തെ ഫേമസ് മൂവി സ്റ്റാർസ് ഒക്കെയാണ് ഈ ബിൽഡിങ്ങിലൊക്കെ താമസിക്കുന്നത്. ഇവരൊക്കെ ഇവിടെ ഫേമസ് ആൾക്കാർ താമസിക്കുന്ന സ്ഥലമാണ്. റെൻ്റൊക്കെ ഭയങ്കര ഹൈപ്പാണ്. ഓക്കെ, ഇപ്പോൾ ഇവിടുത്തെ അറിയപ്പെടുന്ന എല്ലാ മൂവി സ്റ്റാർസും താമസിക്കുന്ന ബിൽഡിങ്ങാണ്. ഇതൊക്കെ ഇവിടെ റോക്കിലാണ്. എന്താ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, എല്ലാം ഓരോ റോക്കിൻ്റെ കൊണ്ടല്ല. എന്താ എന്താ ഭംഗിയാണെന്ന് നോക്കി. സിറ്റിക്ക് നടുക്കാണ് ഈ റോക്കെല്ലാം. എന്താ ഇവിടെ പണ്ട് ലാവ ഉണ്ടായിരുന്നു എന്നൊരു സംശയമല്ലേ. സെൻട്രൽ പാർക്കിൻ്റെ കാഴ്ചകളിലേക്ക് സ്വാഗതം. നമ്മളെങ്ങോട്ടാണ് പോകണമെന്ന് നമുക്കെല്ലാം അറിവുണ്ടോ? ശരിക്കും മഞ്ഞ കളറിലെല്ലാം ഇഷ്ടമാണ്. നല്ല രസമല്ലേ ഇവിടെ കാണാൻ. തണുപ്പാണെങ്കിലും ധാരാളം ആൾക്കാരിവിടെ നടക്കാനൊക്കെ ഉണ്ട്. നമുക്കൊരു സൈഡിൽ കൂടെ കറങ്ങി അപ്പുറത്തെ സൈഡിൽ കൂടെ പോകാം. ഇപ്പോൾ സമയം എത്ര? 3 മണിയാണ്. ഞങ്ങൾ രാവിലെ 9 മണിക്ക് ഇറങ്ങിയതാണ് ഗൈസ്. സിറ്റിയിലെ വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ റോക്ക്ഫെല്ലർ സെൻറ്റർ എല്ലാം കവർ ചെയ്തിട്ട് വന്നാണ്. ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത് സെൻട്രൽ പാർക്കിലാണ്. പക്ഷേ ഇവിടെ ആവശ്യത്തിന് ആൾക്കാരുണ്ട്. ഹോഴ്സ് റൈഡ് നമുക്ക് നടത്തണമെന്നുണ്ടെങ്കിൽ 67 രൂപ 50 പൈസ അവർ ഫുള്ള് നമ്മളെ കവർ ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവിടും. അപ്പോൾ അത് എൻ്റെ അനന്തരവന് കുതിര പുറത്ത് കയറണ്ട, അപ്പോൾ അല്ലേ കുതിരയുടെ പുറത്ത് കയറണ്ട. അതുകൊണ്ട് 67 രൂപ ലാഭിച്ചു ഗൈസ്. $67 ലാഭിച്ചു. പിശുക്കമത്തായിന്ന് ഇപ്പം മനസ്സിലായി. പിശുക്കന ഉണ്ടാ ഒക്കെ വെച്ചാ. എനിക്കൊരു സംശയം, ഇതെല്ലാം നേരത്തെ ലാഭ പൊട്ടിയാണോ ഓക്കെ? അല്ലെ പിന്നെ ഇത്രയും വലിയൊരു റോക്കൊക്കെ ഉണ്ടല്ലേ, എന്ത് ഭംഗിയുണ്ടെന്ന് അറിയാം റോക്കാണ്. സമ്മറി വരുവാണെങ്കിൽ ഗൈസ് ഓസം. ഇവിടെ ഭയങ്കര നിറയെ ആളായിരിക്കും കേട്ടോ. ഈ റോക്കിൻ്റെ മുകളിലെല്ലാം ആൾക്കാരായിരിക്കും. ഇവിടെ ഉണ്ട് ഐസ് സ്കേറ്റിംഗ് കേട്ടോ. ഇവിടെ ഉണ്ട് ഐസ് സ്കേറ്റിംഗ്. ഈ സമയത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ എന്താ പറയണേ അറ്റ്മോസ്ഫിയർ, പ്ലാന്റ് ഇതൊക്കെ നല്ല ഭംഗിയാണ് കാണാൻ. നല്ല ഭംഗിയാണ് കേട്ടോ. ഇവിടെ എന്തോ ആക്ടിവിറ്റീസ് ഉണ്ട്. നമുക്കതുവഴി ഒന്ന് പോയിട്ട് തിരിച്ചു വിടാം. സമയത്ത് 4 മണിയായിരുന്നു. 2:30 ആയതേ ഉള്ളൂ. പക്ഷേ ഡള്ളായി ഗൈസ് ഇതല്ലേ. സൂര്യൻ പോയി കഴിഞ്ഞാൽ പിന്നെ ഇരുട്ടി, പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ ഇവിടെ ഒരു സ്കേറ്റിംഗ് ഉണ്ട്, സ്കേറ്റിംഗ് ട്രാങ്ക് ഉണ്ട് നൈറ്റിൽ സ്കേറ്റിംഗ് ചെയ്യാനായിട്ട്. ഇപ്പം നമ്മൾ 3 സെക്ഷൻ കവർ ചെയ്തെടുത്തും സ്കേറ്റിംഗ് ഉണ്ട് കേട്ടോ. ഐസ് സ്കേറ്റിംഗ് ഉണ്ട്. നമുക്ക് ഇവിടുന്ന് റെൻറ്റിന് ബ്ലേഡ് കിട്ടും. അതുകൊണ്ട് ലാസ്റ്റ് മ്യൂസിക്കൊക്കെ ഉണ്ട്. സംഭവമൊക്കെ അടിപൊളിയാണ്. ടിക്കറ്റ് വേണം ഇതിനകത്ത് കയറാൻ. അയാൾ എന്ത് ഈസി ആയിട്ടാണ് ഓടുന്നത് ആ സ്നോയ്ക്കകത്തൂടെ. അവൻ എത്ര ഈസി ആയിട്ടാണ് ആ സ്നോയ്ക്കകത്ത് ഓടിയെന്ന്. ബാക്കിയുള്ളവരാണെങ്കിൽ ഇപ്പം മൂക്കടിച്ച് തടക്കിടുന്നുണ്ട്. ടിക്കറ്റ് ഹോൾഡേഴ്സ് ടിക്കറ്റ് എടുക്കുന്നവർക്ക് ഇതിനുള്ളിൽ പോയിട്ട് സ്കേറ്റിംഗ് ചെയ്യാം. ഇവിടെ നോക്കി ഉണ്ടോ, ഈ ബിൽഡിംഗ് എല്ലാം സെലിബ്രിറ്റീസ് ആയിട്ടുള്ള മൂവി സ്റ്റാർസ് ഒക്കെ താമസിക്കുന്ന ബിൽഡിംഗാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമായാൽ മിനിറ്റ്സ് ലിറ്റിൽ വേൾഡ് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ഇടുക. നിങ്ങളുടെ ഓരോ കമൻറ്റ്സും ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ഗൈസ്. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. 50K കഴിഞ്ഞു. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് താങ്ക് യു വെരി മച്ച്. ഇനി പുതിയ വിൻ്റർ വീഡിയോസുമായിട്ടാണ് ഇനി വരുന്നത്. മൊത്തം വിൻ്ററാണ് ഗൈസ്. തണുപ്പാണ്. ഇവിടെ നോക്കിയേ
ഇഗ്ലൂസ് ഉണ്ട് ഇവിടെ കണ്ട പാസ് വാട്ടറിനൊക്കെ. പിന്നെ ഒരു കാര്യം നിങ്ങൾ കാണിക്കുന്നുണ്ട്, നമുക്ക് നമ്മുടെ ഫോട്ടോസ് വരച്ചു തരുന്ന $10 കൊടുക്കും. നമുക്കിഷ്ടമുള്ള കാർട്ടൂൺ ടൈപ്പിലൊക്കെ പടങ്ങൾ ഇപ്പോഴും വരച്ചു തരും. സർ താങ്ക് യു. ഇതെല്ലാം പോർട്രേറ്റ് പടം വരയ്ക്കുന്ന ആളാണ്. നമ്മൾ അവിടെ ഇരുന്ന് കൊടുത്താൽ മതി, 10 മിനിറ്റ് കൊണ്ട് നമ്മുടെ പടങ്ങളൊക്കെ അവർ വരച്ചു തരും. കണ്ടോ, വരയ്ക്കുന്നുണ്ട്, നിമിഷം നേരം കൊണ്ടാണ്. $10 ഉള്ളൂ. $10 ഒരു നല്ല ഫോട്ടോസ് വരയ്ക്കണോ? കോളിൻ്റെ ഫോട്ടോസ്. ഈ സൈഡിൽ നല്ല സൂപ്പർ റോക്കുണ്ട്. ഇതുവഴി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഐസ് സ്കേറ്റിങ് കാണാൻ പറ്റും. ഞാൻ കഴിഞ്ഞതിന് മുമ്പിലത്തെ വർഷം ഇവിടെ വന്നിട്ടുണ്ട് ഐസ് സ്കേറ്റിംഗ് ആണ്. അത് നൈറ്റിലാണ് വന്നത്. ഇവിടുത്തെ വിൻ്റർ സമയത്ത് ഫേമസ് ആയിട്ടുള്ള സംഭവമാണ് ഈ ഐസ് സ്കേറ്റിംഗ് അല്ല. ഇപ്പം നൈറ്റിൽ നല്ല ലൈറ്റ്സ് ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ട് നല്ല ഭംഗിയാണ് കാണാൻ. അതിൻ്റെ ക്ലീൻ ആക്കുന്നുണ്ട്, അത് നിരപ്പാക്കുന്ന സംഭവമാണ്. എത്ര കൂളായിട്ട് അത് നടക്കുന്നത്. നമ്മളെങ്ങാനും ആണെങ്കിൽ തലയും തൊട്ട് താണ്ട നടക്കുന്നത്. ഇവിടെ ടിക്കറ്റ് എടുക്കാനുള്ള ആൾക്കാരെല്ലായിട്ടുണ്ടോ. പിന്നെ അത് നൈറ്റിൽ ഇത് കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ ലൈറ്റ്സ് ഒക്കെ വരും. നിങ്ങൾ ഇന്ന് കണ്ട എൻ്റെ വീഡിയോയിൽ ഫേമസ് ആയിട്ടുള്ള ഏതെങ്കിലുമൊക്കെ മൂവി സ്റ്റാർസ് കാണും. ഞാൻ ഇംഗ്ലീഷ് മൂവി കാണാത്തത് കൊണ്ട് എനിക്ക് അവരെ അറിയില്ല എന്നുള്ളേ ഉള്ളൂ. ഇന്ന് ഞാൻ കുറേ മൂവി റെക്കോർഡിങ്ങിൻ്റെ സെക്ഷനിൽ കൂടെയാണ് പാസ് ചെയ്തത്. നമ്മുടെ നാട്ടിലെ പോലെ ആരും പിടിച്ചു നമ്മളെ മാറ്റമൊന്നുമില്ല. നമുക്ക് സൈഡിൽ കൂടെ ഒക്കെ നടക്കുന്നതിനൊന്നും കുഴപ്പമില്ല. എന്താ കുട്ടികളൊക്കെ നല്ല അറഞ്ചും പുറഞ്ചും പാറയിൽ കയറുന്നുണ്ട്. എനിക്ക് ഒരു ഭയമില്ലാതെ ഹൈക്കിങ്. എന്താ പ്രായമുള്ള അമ്മച്ചിമാരൊക്കെയാണ് കയറുന്നത്. സെൻട്രൽ പാർക്കിൻ്റെ സൈഡിലാണ് നമ്മുടെ ഇന്ത്യൻ എംബസി. നമുക്ക് വിസയ്ക്കൊക്കെ വരണമെങ്കിലും നമ്മളിവിടെ തന്നെ എത്തണം. ഇന്ത്യൻ എംബസി ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. എന്താ അടിപൊളി റോക്കുണ്ട്. ഹൈക്കിങ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വേണം പോന്നിട്ടോ അതിനാ സ്ട്രെസ്കോ. നമുക്ക് റോക്കിൻ്റെ മുകളിലൊന്ന് ഹൈക്ക് ചെയ്ത് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. കർത്താവേ, എന്നെ ആരെങ്കിലും ഈ ക്രെയിൻ വെച്ച് മുകളിൽ കൊണ്ടുപോണ്ടി വരുമായിരിക്കും. എൻ്റെ പ്രായമുള്ള അമ്മച്ചിമാരൊക്കെ എത്ര ഈസി ആയിട്ടാണെന്നറിയാം സ്റ്റെപ്പൊക്കെ എടുത്ത് കയറണേ. ഇറങ്ങി വരാൻ നല്ല എളുപ്പമാണ് ജയ്സ്. കയറ്റം കയറാനാണ് പാട്. എന്താ പിന്നെ ഒരു കാര്യമാണ്, ഇത് ഇത്രയും കയറി കഴിഞ്ഞാൽ നമ്മൾ അറിയത്തില്ല. നോക്കിയാൽ 4 സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് കുറച്ച് നടക്കാനുണ്ട്. ഒന്നിച്ച് ഒറ്റയടിക്ക് സ്റ്റെപ്പ് കയറുകയല്ല. എന്താ ഇതിൻ്റെ എങ്ങാനും മണ്ടയിൽ ഞാൻ കയറിയെന്ന് എൻ്റെ കെട്ടിയവനറിഞ്ഞ മിക്കവാറും 8 പണിയായിരിക്കും. കണ്ട അനന്തരം പറഞ്ഞു ഈസി ആയിട്ടുള്ള സൈഡിൽ കൂടെ പോ, അല്ലെങ്കിൽ കെട്ടിയോൻ്റെ ഒന്ന് നല്ല കീച്ച് കിട്ടുമെന്ന് കോളിനറിയാം. നോക്കട്ടെ, ഇത് നല്ലൊരു ഹൈക്കിംഗ് പ്ലേസാണ്. വഴി കയറല്ല, ഫ്ലാറ്റ് ആയിട്ടുള്ള സർഫസ് ഉണ്ട്. ഹൈക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എങ്ങനെ വേണമെങ്കിലും ഹൈക്ക് ചെയ്യാം കേട്ടോ. കറക്റ്റ് പാറയാണ്. ഒരാൾ കണ്ട ഹൈക്ക് ചെയ്യാൻ വരുന്നുണ്ട്. ഫ്ലാറ്റ് സർഫിൽ നിന്ന് പേടിച്ച് അതാ.
ഉണ്ടാ അങ്ങനെ ഞങ്ങൾ ആ പാറയുടെ മുകളിലെത്തി ഗൈസ്. അതാ ഓക്കെ, സറണ്ടർ ഏരിയ ഉണ്ട്. ഇവിടുന്ന് താപ്പോട്ട് നോക്കിക്കഴിഞ്ഞാൽ താഴത്തെ ഐസ് സ്കേറ്റിംഗ് കാണാം. എത്ര പൊക്കത്തിലാകുമ്പോൾ നിൽക്കുന്നു നോക്കി. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ, ഗിവ് ദ വാല്യുബിൾ കമൻറ്റ്സ് ഗൈസ്, ആൻഡ് I'll see you in my next video. Bye.